ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് റിവ്യൂ ആണ്. നമ്മൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റാൻഡം പ്രോഡക്റ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്ട്സും 1 by 1 ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ഹെയർ ഷാംപൂ ബ്രഷാണ് കേട്ടോ. അതായത് നമ്മൾ ഹെയർ ഷാംപൂ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോർമലി നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ടിട്ടായിരിക്കും നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ആവും. പിന്നെ ഇതൊരു മാനുവൽ ഹെഡ് മസാജറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രോഡക്റ്റ് വൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ഗുഡ് പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ആ ഒരു ബ്രിസിൽസ് വരണത് സിലിക്കോൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിനെ മസാജ് ചെയ്യുകയും അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരിലും എല്ലാ പ്രോഡക്ട്സും ഒരുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല. ഇതിപ്പം എന്തെങ്കിലും ഹെയർ ഫോളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത്. ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹെയറിന് എന്തെങ്കിലും രീതിയിൽ ഡാമേജ് ആക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഹെയർ കണ്ടീഷൻ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലും എല്ലാ പ്രോഡക്ട്സും ഒരുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ഈ ഒരു ട്യൂബ് ഷേപ്പ് ബോട്ടിലിൽ വരുന്നത് പേപ്പർ സോപ്പാണ് കേട്ടോ. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് ബൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് 2 ബോട്ടിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നിച്ച്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇത് ഓരോ പേപ്പറുകളും ഇങ്ങനെ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അടിപൊളിയാണ്. ഒരു 2-3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്യൂബ് ഷേപ്പിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കുറച്ച് നാളായതാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പേപ്പേഴ്സ് വരണില്ല. പിന്നെ ഞാനിത് ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ ചൂടുള്ള സമയത്തൊക്കെ ബാഗിലിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കാറിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഒരുപാട് ദിവസങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ചെണ്ണം നമ്മളിങ്ങനെ കണ്ടോ ഓരോന്നും ഇങ്ങനെ അടർത്തിയെടുത്താലാണ് ഇപ്പോൾ കിട്ടണുള്ളൂ. ഇതൊരു ട്യൂബ് ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു എടുക്കാനുള്ള ഒരു പാട്. ബാക്കി എല്ലാം ഓക്കെയാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്കിതിൻ്റെ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചെണ്ണം ഇതുപോലെ ഇട്ടിട്ട് ഒരു 2-3 എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ നല്ലൊരു പതയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന്. നമ്മൾ സാധാരണ ഹാൻഡ് വാഷ് വെച്ചിട്ടൊക്കെ കഴുകുന്ന പോലെ തന്നെ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ്. ഇതൊരു വുഡൻ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഹോളി ബുക്ക് സ്റ്റാൻഡാണ് കേട്ടോ. വുഡിലാണ് വന്നേക്കുന്നത്, തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊരു 1 year ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹോളി ബുക്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി വൈസൊക്കെ അടിപൊളിയാണ്. ഇതിന് എനിക്ക് തോന്നുന്നു വലിയ വിലയും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു 300 ബിലോ അങ്ങനെ എന്തോ ഉള്ളൂ. ഈ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ളതിൻ്റെയൊക്കെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. പിന്നെ ഇതിൽ നമ്മളൊരു മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള, അതായത് തണുത്ത കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ ഇതിൽ ചെറിയൊരു പൂപ്പൽ പോലെ ഈ വുഡിൽ വരാറുണ്ട്. നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഈർപ്പം ഒക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. പക്ഷേ അങ്ങനെ വരാറുണ്ട് കേട്ടോ ഈ ഒരു വുഡിൽ. ബാക്കിയൊക്കെ ക്വാളിറ്റി പ്രോഡക്റ്റ് വൈസൊക്കെ ബാക്കിയൊക്കെ എനിക്കിഷ്ടമാണ്, യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ അതിനെക്കുറിച്ച് അത്രയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസും കാര്യങ്ങളുമൊക്കെ ഞാനിതാ ഈ ഒരു ഇതിൽ മെൻഷൻ ചെയ്ത് കാണിക്കാം കേട്ടോ, ഈ ഒരു സ്ക്രീനിൽ. പിന്നെ ഈ വരുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് വാർഡ്രോബിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സൊക്കെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും അതുപോലെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇത് വാങ്ങുന്ന ടൈമിൽ നമുക്ക് ഒരു 6 എണ്ണമാണ് കേട്ടോ ഇതുപോലത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു സെറ്റിൽ 6 എണ്ണമാണ് വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതാ ഇതുപോലെ ഒരു പീസ് ഓഫ് ബോർഡും വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നേവി ബ്ലൂ കളറിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ കളറും അവൈലബിൾ ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ രണ്ടും ഇതാ ഇതുപോലെ നമുക്ക് ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇത് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് മാറ്റിയും വെക്കാം കേട്ടോ. ഇതുണ്ടെങ്കിൽ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് യൂസ്ഫുള്ളാണ്. പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഷർട്ട് ഓർഗനൈസർ എന്നാണ് ഇത് മെയിൻലി പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ടീഷർട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നമുക്ക് ബെഡ്ഷീറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ ടീഷർട്ടുകളാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഒരു 20 ടീഷർട്ടോ അതിന് മുകളിലോ ഉണ്ട് കേട്ടോ ഈ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്തെടുക്കാനും പറ്റും. ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതിങ്ങനെ എടുക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോകാതെ നമുക്ക് മടക്കി വെച്ചത് അതുപോലെ തന്നെ ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വാർഡ്രോബൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നവർക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വരുന്നത് ഒരു ഇലക്ട്രിക് ബ്രഷാണ് കേട്ടോ. ഇത് നമ്മളിവിടെ കിഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നോർമലി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇലക്ട്രിക് ബ്രഷ് ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതൊരു 3 ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. സെൻസിറ്റീവ്, ക്ലീൻ, അതുപോലെ മസാജ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ വരണതൊരെണ്ണം ചാർജിൻ്റെ ഒരു ഓപ്ഷനാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഇത് നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇത് ഓപ്ഷൻസ് മാറി മാറി നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ബ്രഷ് ചെയ്യണം. ഈ ഒരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് കൂടുതൽ ഇത് ക്ലീൻ ആവും എന്നാണ് പറയുന്നത്. പിന്നെ ഇലക്ട്രിക് ബ്രഷ് ആണല്ലോ, നമുക്കിത് ബാറ്ററി ചാർജ് തീർന്നു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഇതിൻ്റെ കൂടെ ഒരു കേബിൾ കിട്ടുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മളിതുവരെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 ടൈം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ചാർജ് കുറേ ദിവസങ്ങളിലേക്ക് കാണും. അപ്പോൾ ഞാൻ ഇതുപോലെ 2 എണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു 1 ഇയറിന് മുകളിലായെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഇതിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓട്ടോ കട്ട് ഓഫ് ആവും. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഓൺ ആക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു പാക്കിൽ ഈ 2 കളറാണ് ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രഷിന് ഇതിൻ്റെ ഒരു ഹെഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ഹെഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഒരു പാക്കിൽ 2ഉം 3ഉം ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ചില ബ്രഷുകൾ വാങ്ങുന്ന ടൈമിൽ ബ്രഷിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഹെഡും കൂടെ കിട്ടാറുമുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പില്ലോ ആണ് കേട്ടോ. അപ്പോൾ ഈ പില്ലോ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഇതിന് ആ ഒരു ഹൈറ്റ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിലത്തൊക്കെ ഇടയ്ക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ല സ്പോഞ്ചി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ പുറമേ വന്നിരിക്കുന്ന ഈ ഒരു കവർ വന്നേക്കുന്നത് പ്യുവർ കോട്ടൺ ഒന്നും അല്ലാന്ന് തോന്നുന്നു, വേറെ എന്തോ ഒരു മിക്സഡ് മെറ്റീരിയലായിട്ടാണ് തോന്നിയത്. അപ്പം 2 എണ്ണം ഉള്ള ഒരു സെറ്റായിട്ടാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നാളും യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഗുഡ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ എന്തായാലും നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഇനി വരുന്നത് ഈ ഒരു മാഗ്നറ്റിക് വൈറ്റ് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക്കാണ്. നമുക്ക് ഫ്രിഡ്ജിലോ അതുപോലെ തന്നെ മാഗ്നറ്റ് വെക്കാൻ പറ്റിയ ഏതെങ്കിലും ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അലമാര അതുപോലുള്ള ഐറ്റംസിലൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് ബോർഡാണ്. ബാക്ക് സൈഡ് വരുന്നൊരു ബ്ലാക്ക് കളറിലാണ്. ഇത് നമുക്കിതിൻ്റെ കൂടെ 4 മാർക്കർ പെൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇറേസറും വരുന്നുണ്ട്. അപ്പം മാർക്കർ പെന്നുകളുടെ ബാക്കിലും അതുപോലെ തന്നെ ഇറേസറിൻ്റെ ബാക്കിലും എല്ലാം ഓരോ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വെക്കുന്നതിൻ്റെ ഈ ഒരു പ്ലാനർ വെക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ എല്ലാം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ടു ഡു ലിസ്റ്റ് റിമൈൻഡേഴ്സ് എഴുതി വെക്കാനായിട്ടാണ് ഇത് മെയിൻലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ടു ഡു ലിസ്റ്റ്, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഗ്രോസറീസ് ബൈ ചെയ്യാനുണ്ടെങ്കിൽ, അതുപോലെ അപ്പോയിൻമെൻറ്റ്സ്, പിന്നെന്താണ് നമ്മുടെ സെൽഫ് കെയർ കാര്യങ്ങൾ, നമ്മുടെ ഡയറ്റ് പ്ലാൻ, അങ്ങനെ എന്തും നമുക്കിതിൽ എഴുതി വെക്കാൻ പറ്റും. നമ്മൾ ബുക്സിലൊക്കെ എഴുതുന്നതിന് പകരം നമുക്കിപ്പോൾ എന്തെങ്കിലും ഗ്രോസറീസ് ഒക്കെ വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകാതിരിക്കാനൊക്കെ പെട്ടെന്ന് നമുക്കിതിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഞാൻ എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ 4 മാർക്കർ പെൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാർക്കർ പെൻ തീർന്നു പോയിട്ടുണ്ട്, കുറേ നാൾ യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ ഈ ഒരു മാർക്കർ പെന്ന്. 4 എണ്ണം ഉണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ തീർന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാർക്കർ പെൻ നമുക്ക് വാങ്ങിക്കാനും കിട്ടുന്നതാണ് കേട്ടോ.
ഇനി വരുന്നത് ഈ ഒരു വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെയാണ് വെജിറ്റബിൾ ചോപ്പർ വരുന്നത്. ഇതുപോലെ തന്നെ ഈ കാണുന്ന അത്രയും ബ്ലേഡ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ വേറൊരു ചോപ്പർ ഇതുപോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കുറവാണ് കേട്ടോ ഇതിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് വരുന്നൊക്കെയുണ്ട്. എന്നാലും പ്രൊഡക്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ക്വാളിറ്റി എനിക്ക് കുറവാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു കമ്പനിയുടെ ആയിരുന്നു. അതായിരുന്നു എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ മാനുവൽ ചോപ്പറാണ്. നമ്മളിങ്ങനെ ഒരു ഹാൻഡിൽ പിടിച്ച് വലിച്ചിട്ട് അങ്ങനെ ചോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് വരുന്നത് ഈ ഒരു ബാഗാണ്. ഇതൊരു ലഞ്ച് ബാഗാണ്, യൂണിസെക്സ് ബാഗാണ് കേട്ടോ. നമുക്ക് ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളി ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. മെയിനായിട്ട് നമുക്ക് ഫുഡൊക്കെ വെക്കാനായിട്ടുള്ള ഒരെണ്ണവും പിന്നെ സൈഡിലായിട്ട് 2 എണ്ണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2 സിപ്പുള്ളത്, ഒരെണ്ണത്തിന് സിപ്പില്ലാത്തതാണ് ഒരു സൈഡിലുള്ളത് കേട്ടോ, ബാക്ക് സൈഡിൽ വരണത്. അപ്പോൾ ഇതിൽ വാട്ടർ ബോട്ടിൽ വെച്ച് കൊടുക്കാനായിട്ട് ഈ കാണുന്ന പോലെ ചെറിയൊരു ഇതുണ്ട്. പിന്നെ സിപ്പിനാണേലും സിപ്പ് ഉണ്ടല്ലോ, അതിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. പിന്നെ ഓവറോൾ ഗുഡ് പ്രോഡക്റ്റാണ്. നമുക്ക് ഇതുപോലെ 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ലഞ്ച് ബോക്സ്, നമുക്കിനി കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ലഞ്ച് മീൽസ് കംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈവനിങ്ങിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ ചൂടാണേലും തണുപ്പാണേലും നിൽക്കും എന്നാണ് പറയുന്നത്. നമ്മളിവിടെ രാവിലെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഉച്ചയ്ക്ക് ആ ചൂട് അങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. ചൂടോടെ കൂടെ വെക്കുന്നത് അങ്ങനെ ചൂട് നിൽക്കാറുണ്ട്. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് വലുതാണെങ്കിൽ ഇങ്ങനെ ചരിച്ചാട്ടോ വെച്ച് കൊടുക്കാൻ പറ്റുക. അല്ല പിന്നെ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് ഇരിക്കും, ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കേണ്ടി വരും. കണ്ടോ, ഇങ്ങനെ അങ്ങ് ചരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് വാട്ടർ ബോട്ടിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് ലഞ്ച് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നേരെ തന്നെ 2 അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ഉച്ചയ്ക്കുള്ള ലഞ്ചും അതുപോലെ തന്നെ ഈവനിങ്ങിലേക്കുള്ള ഐറ്റംസൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. പിന്നെ നമ്മൾ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പും കുറച്ച് റീസെൻ്റായിട്ട് വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം കുക്കിംഗ് റിലേറ്റഡ് അതുപോലെ തന്നെ ഓർഗനൈസിങ്, നമ്മളിതുപോലെ റിവ്യൂസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.